ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണോ? അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ആരും ഇല്ല കേട്ടോ. അപ്പോൾ തനിച്ചാണ്, ഒറ്റയ്ക്കാണ്. അപ്പോൾ എല്ലാം ചെയ്യണം ഒറ്റയ്ക്കാണ്. കുക്കിങ്, ഡ്രസ് വാഷിങ് എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ വീട് കുറച്ച് അലമ്പായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം ഞാനും നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ കിച്ചണൊക്കെ പിന്നെ ഞാൻ ഇന്നലെ കുക്ക് ചെയ്തപ്പോൾ അങ്ങനെ അലമ്പായി കിടന്നാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സുകളെല്ലാം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെയാണ്, ഡ്രൈ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ടി വിയും കാര്യങ്ങളൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ. ടി വി ഒക്കെ ഒരു 1 വീക്ക് ആയിട്ടുണ്ടാവും, ഓണേ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ വീഡിയോയിൽ എന്താ ഇൻക്ലൂഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലീനിങ്, പിന്നെ കുറച്ച് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അവിടെയും ഇവിടെയും കിടക്കുന്ന സാധനങ്ങളൊക്കെ, വേണ്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. പിന്നെ രാവിലെ ഞാൻ ഫുഡ് വേസ്റ്റ് കളഞ്ഞു. ഫുഡ് വേസ്റ്റിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഡെയിലി വരുന്നതാണല്ലോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് കുറച്ച് ഫില്ലായി കിടക്കുന്നുണ്ട്, അത് പിന്നെ സൺഡേ വരുള്ളൂ വണ്ടി. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ രാവിലെ എന്തെങ്കിലും കഴിക്കണ്ടേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ദോശമാവുണ്ട്, മുട്ട റോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ തക്കാളി എടുത്തിട്ട് വരാം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. തക്കാളി എവിടെയാ? രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഗൈസ്, ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ദോശ ചട്ടിയെല്ലാം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി മുട്ടക്കറിയും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഗൈസ്, അപ്പോൾ ദോശയെല്ലാം റെഡി ആയിട്ടോ. ദോശയെല്ലാം റെഡിയായി, കഴിക്കാനായി. ഒരുപാട് സമയമായി. അപ്പോൾ വിശക്കണുണ്ട്. ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു, അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് ലേറ്റായി കഴിക്കാൻ. കുഴപ്പമില്ല, ഉച്ചയ്ക്ക് കുറച്ച് ലേറ്റായിട്ട് കഴിക്കാം. ഉച്ചയ്ക്കിനി ചോറും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കണം. പിന്നെ അപ്പോൾ ഞാൻ താഴെ പോയിട്ട് ഒരു സോപ്പും പൊടിയും പിന്നെ ഒരു സോപ്പും വാങ്ങണം, ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ താഴെ അടുത്ത് തന്നെ ഇവിടെ ഒരു കട ഉണ്ട്, 2 മിനിറ്റ് കൊണ്ട് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വരാം കേട്ടോ.
സർഫ് എക്സെല്ലാം വാങ്ങിയിട്ട് വന്നു ഗൈസ്. ഈ നെക്സ്റ്റ് ഡ്രസ്സ് വാഷിംഗ് ആണ്. ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഡ്രസ്സ് എന്തായാലും ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കേണ്ടി വരുമല്ലേ സോപ്പും പൊടിയിൽ. അപ്പോൾ ഇട്ട് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, താഴ്ന്ന് വന്നിട്ട് ഇങ്ങനെ കിതച്ചോണ്ടിരിക്കുക. സെക്കൻഡ് ഫ്ലോറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓടിയിട്ട് വന്നു അവിടെ നിന്ന്. ഡ്രസ്സെല്ലാം ഉണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ഞാൻ നാട്ടിൽ പോണതിന് മുന്നേ അലക്കിയിട്ടതാണ്. അപ്പോൾ അതൊക്കെ ഉണങ്ങി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കില്ല. എല്ലാം കാറ്റഗറി തിരിച്ചു വെക്കണം. കാരണം പുറത്ത് പോകുമ്പോഴാണ് ഡ്രസ്സ്, പിന്നെ ജോലിക്ക് പോകുമ്പോഴാണ് ഡ്രസ്സ്, വീട്ടിലിടുന്ന ഡ്രസ്സുകൾ, ടീഷർട്ട് കാര്യങ്ങൾ. നമ്മളുടെ വൈഫിന് കുറച്ച് ഡ്രസ്സ് ഉണ്ട് കേട്ടോ അതിൽ. അപ്പം കൂടെ ഞാൻ അലക്കിയിട്ടു. കാരണം സ്മെല്ലും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണമല്ലേ. അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്ത് വെക്കാതെ വിചാരിച്ചു. ഞാൻ പുതിയ ഡ്രസ്സ് എടുത്താണ് കേട്ടോ. ചെറിയ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇതിന് പുതിയ ഷർട്ട് എടുത്താണ്. ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. പച്ചക്കറി വെക്കണതാണ്. പച്ചക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് റൂമിലുണ്ടാക്കി വാങ്ങിയതാണ്. അപ്പോൾ ഞാനിതൊക്കെ വാഷൊക്കെ ചെയ്തു കൂട്ടാം. ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. അങ്ങനെ പൈപ്പും കാര്യങ്ങളൊക്കെ അടുക്കളയും കാര്യങ്ങളും ഇനി തുടയ്ക്കാനൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ അടിച്ചു വാരി എല്ലാം കഴിഞ്ഞു. നിലവും കാര്യങ്ങളെല്ലാം ക്ലീനാക്കി. കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ക്ലീനിങ് എല്ലാം. പിന്നെ ടി വിയും കാര്യങ്ങളൊന്നും തുടച്ചിട്ടില്ലാണോ, ഒക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട്. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട സ്പീക്കറിലൊക്കെ നല്ല പൊടി ഇരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഫുഡ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലത്തെ കറി ഉണ്ട്. അപ്പം ഞാൻ ചോറ് വെച്ചിട്ട് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി വെള്ളം എടുക്കേണ്ടി വരും. വെള്ളം ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അടുക്കളയും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ടേബിളും ഈ സ്ലാബും കാര്യങ്ങളും പിന്നെ സ്റ്റൗ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഒന്നും കൂടെ ക്ലീൻ ആക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും മൊത്തത്തിൽ ഒന്നിച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനിട്ടിട്ടുണ്ട്, കയ്യിലും കാര്യങ്ങളൊക്കെ. ഇനി ചോറ് വെച്ച് കഴിഞ്ഞാൽ കുക്കറൊന്ന് വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈസ് അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വെക്കുകയാണ്. അപ്പോൾ ഞാൻ റൈസും കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റാക്കട്ടെ. കുക്കർ ഞാൻ ആൾറെഡി സോപ്പെല്ലാം ഇട്ട് കഴുകി വെച്ചാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനച്ചിട്ട് കഴുകിയിട്ടുണ്ട്. അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ അരി എടുത്തിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് വെള്ളം വെച്ചാൽ കേട്ടോ. ഞങ്ങൾ കുക്ക് ചെയ്യാനൊക്കെ ഫിൽറ്റർ ചെയ്ത വാട്ടറാണ് യൂസ് ചെയ്യാറ്. മിനറൽ വാട്ടറാണ്. അപ്പോൾ അരിയും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനൊക്കെ നമ്മൾ പൈപ്പ് വെള്ളം എടുക്കും. പൈപ്പ് വെള്ളം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫിൽറ്റർ ചെയ്ത് തന്നെയാണ്. പക്ഷെ നമുക്കത് സെറ്റാവില്ല. കുടിക്കാനും കാര്യങ്ങളും നമ്മളത് എടുക്കാറില്ല. കാരണം ഒരുമാതിരി നമുക്ക് ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളത് യൂസ് ചെയ്യാറില്ല.
ഗൈസ്, അപ്പോൾ ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ച് വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ എഗ് റോസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടാണ്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെയൊക്കെ വൃത്തിയാക്കാനുണ്ട് കേട്ടോ. നിലമൊക്കെ തുടയ്ക്കണം, മോപ്പിടണം. കുറച്ച് ഇതൊക്കെ ഉണ്ട്, പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം വിചാരിച്ചു. പിന്നെ വാഷ്റൂമെല്ലാം ഞാൻ നോർമലായിട്ട് ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്തപ്പോൾ ആ വെള്ളത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് ഞാൻ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് കുറച്ചും. പിന്നെ മാക്സിമം പറ്റുന്ന പോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതലും വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഞങ്ങൾ ഒഴിവാക്കി കുറേ. പിന്നെ ഇവിടെ ഡെയിലി വേസ്റ്റും കാര്യങ്ങളെല്ലാം ഡെയിലി ഞങ്ങൾ കളയാറുണ്ട്. അപ്പോൾ കുറച്ച് ക്ലീൻ ആയിട്ട് ഇരിക്കും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഒറ്റയ്ക്കുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നാളെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. നാളെ ദേവും മിവി എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നാളെ ഒരു വീഡിയോ സെറ്റാക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ എല്ലാം കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. അപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് സെറ്റായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഗുഡ് നൈറ്റ് പറയണം, അത്രേ ഉള്ളൂ. ഉറങ്ങണം. കുറച്ച് ടയർഡാണ്. വീടും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി. അപ്പോൾ നാളെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അവർ വരുമ്പോൾ വീഡിയോ എടുത്തിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അവർ വരുന്നതും കാര്യങ്ങളെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ പോണതും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.